വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഡിസ്കസ് ചെയ്യാനുള്ളത് യുഎഫ നാഷൻസ് ലീഗിന്റെ ഫൈനലിനെ കുറിച്ചാണ്. പുറത്തുനിന്ന് മഴന്റെ സൗണ്ട് ചിലപ്പോൾ നല്ലോണം ഉണ്ടായിരിക്കും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ വഴിയില്ല, ഇപ്പൊ വീഡിയോ ചെയ്തെനിക്ക് പിന്നെ ചെയ്യാൻ പറ്റൂല, അതാണ്. ഓക്കെ, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ എന്ന് പറയുന്ന സമയത്ത് ലഫ്ലുവന്റെ വേഴ്സസ് റോബർട്ടോ മാർട്ടിനസ്. ഫസ്റ്റ് തന്നെ സ്പെയിൻ്റെ കാര്യം ജസ്റ്റ് പറയുകയാണെങ്കിൽ അവർക്കൊരു പ്രൂവൻ മാനേജർ ഉണ്ട്. അവർ 2024 യൂറോ കപ്പ് നേടിയിട്ടുള്ള ഒരു ടീമാണ്. അതുപോലെ തന്നെ പ്ലെയേഴ്സ് ഒക്കെ ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സ് ആണ്. ഈ ഒരു ടീമിന്, ഈ ഒരു പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഏത് കപ്പ് അടിക്കാൻ വേണ്ടി പറ്റുന്ന ലാഫ്ലോവിൻ്റെ തെളിയിച്ചു കഴിഞ്ഞു. പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി, ക്വാളിറ്റി, എന്താ പറയുക, ക്ലച്ച് ആവേണ്ട സമയത്ത് ക്ലച്ച് ആവുക, എല്ലാം കൊണ്ടും സ്പെയിൻ ടോപ്പ് ക്ലാസ് ആണ്. അവർക്ക് ഇത്തിരി ഡെപ്തിൻ്റെ പ്രശ്നം ഉണ്ടെന്നുള്ളത് നേരാണ്, പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും അവർ പെർഫെക്റ്റ് ആണ്. അതേസമയം നമ്മൾ പോർച്ചുഗലിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അവർ 2016 അവർ യൂറോ കപ്പ് നേടിയിട്ടുള്ളത്. പിന്നെ 18 19 ആണ് അവർ നേരെ യുഎഫ നാഷൻസ് ലീഗ് നേടുന്നത്. പിന്നീട് അവർക്ക് ട്രോഫി ഒന്നും നേടാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ മാനേജർ ആയിട്ടുള്ള റോബർട്ടോ മാർട്ടിനസ് ആണെങ്കിലും ട്രോഫി അടിക്കാൻ പറ്റുന്ന പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മാനേജർ അല്ല. ബെൽജിയത്തിന്റെ ആ ഒരു ഗോൾഡൻ ജനറേഷൻ കൈ കിട്ടിയിട്ടും ഈ ഒരു മനുഷ്യനെ ട്രോഫി അടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പോർച്ചുഗലിൽ ഇപ്പം ഒരുപാട് ടാലൻസ് ഉണ്ട്, റിച്ച് ആണ് ടീം. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ, ടാലന്റ് വൈസ് നോക്കുകയാണെങ്കിൽ റിച്ച് ആണ്. എന്താ പറയാ, ലിയാവോ, റൊണാൾഡോ, പിന്നെ ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ഈ നാസിയോനോ പോലത്തെ പ്ലേയേഴ്സ്, എങ്ങനെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ കോൻസസാവോ, എല്ലാം കൊണ്ടും റിച്ച് ആണ്. പക്ഷേ അവർക്ക് ട്രോഫി അടിച്ച് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൾക്ക് ട്രോഫി അടിക്കാൻ പറ്റില്ല എന്നൊരു ചീത്തപ്പേരുണ്ട്, അത് ആൾക്ക് തിരുത്തേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഈ ഒരു റിച്ച് ടീമിനെ വെച്ചിട്ട് 2026 വേൾഡ് കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ട്രോഫി അടിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. ഈ ഒരു ടീമിന് ഒരു കപ്പ് അടിക്കാൻ വേണ്ടി പറ്റും, സ്പെയിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ടാണ് പോർച്ചുഗൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. സോ നമ്മൾ പ്രിവ്യൂയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മാച്ചിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് രണ്ട് സംഗതികളാണ്, അത് ഞാൻ പറയാം. ഒന്നാമത്തെ ഫൈറ്റ് എന്ന് പറയുന്നത് യമാൽ വേഴ്സസ് ന്യൂനോ മെൻഡസ് ഫൈറ്റ് ആണ്. ന്യൂനോ മെൻഡസ് ഈ ഒരു സീസണിലെ വേൾഡിലെ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആരൊക്കെ സ്റ്റോപ്പ് ചെയ്തു UCL? ആള് സലാനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു UCL ഫൈനലിലേക്ക് വരുന്ന സമയത്ത് അവിടെ മാർക്കസ് തുറാമിനെ കൃത്യമായിട്ട് ആൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ആള് നമ്മുടെ സാക്കനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അതേ പ്ലെയർ ലാമിൻ യമാലിനെ നേരിടാൻ വേണ്ടി പോവാണ്. നിലവിൽ റെഡ് ഹോട്ട് ഫോമിൽ നിൽക്കുന്ന, അത്രയും ടോപ്പ് ഫോമിൽ നിൽക്കുന്ന ലാമിൻ യമാൽ എന്ന് പറയുന്ന ടോപ്പ് പ്ലെയറെ നേരിടാൻ വേണ്ടി പോവാണ്. എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. അവിടുത്തെ ഒരു ബാറ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മാച്ച് തന്നെ പ്രോബബ്ലി ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു ബാറ്റിലായിരിക്കും മിക്കവാറും അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നമ്മൾ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്തായാലും സെമേഡോ ആയിരിക്കും റൈറ്റ് ബാക്ക് ആയിട്ട് പോർച്ചുഗലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അവിടെ നിക്കോ ഉണ്ട്. നിക്കോനെ ഇവരെങ്ങനെ നേരിടും, അതും വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് വരാൻ വേണ്ടി പോകുന്നത് മിഡ്ഫീൽഡിലാണ്. ഇപ്പോൾ പോർച്ചുഗൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ മിഡ്ഫീൽഡ് എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്കറിയില്ല. ജാവോ നെവസ് മേ ബി സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ വിട്ടിഞ്ഞ മസ്റ്റ് ആയിട്ടും സ്റ്റാർട്ടറാണ്. ബെർണാർഡോ സിൽവ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ബെർണാർഡോ സിൽവ ഒന്നും നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്ത് അത്രക്കും അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയർ ഒന്നുമല്ല. സോ എനിക്കറിയില്ല അവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. മിഡ്ഫീൽഡിൽ അവർക്ക് ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. പലീഞ്ഞ ഉണ്ട്, ജാവോ നെവസ് ഉണ്ട്, റൂബൻ നെവസ് ഉണ്ട്, വിറ്റീഞ്ഞ ഉണ്ട്, ബെർണാർഡോ സിൽവ ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, വേറെയും പ്ലേയേഴ്സ് ഉണ്ട്. സോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. സോ അവിടെ എന്തായാലും വിറ്റീഞ്ഞ സ്റ്റാർട്ട് ചെയ്യണം. വിറ്റീഞ്ഞയാണ് ഈ ടീമിന്റെ താക്കോൽ എന്ന് പറയുന്നത്. ഈ ടീമിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും വിറ്റീഞ്ഞ വിചാരിക്കണം. ബോൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ, ഗെയിം കൺട്രോൾ ചെയ്യണമെങ്കിൽ വിറ്റീഞ്ഞ വിചാരിക്കണം. സോ ആ വിറ്റീഞ്ഞനെ എങ്ങനെ സ്പെയിനിന്റെ മിഡ്ഫീൽഡ് നേരിടും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. വിറ്റീഞ്ഞ ഈ ഒരു സീസണിൽ UCL തകർത്ത് കളിച്ചിട്ടുള്ള മനുഷ്യനാണ്. നിലവിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. ആ പ്ലെയറെ എങ്ങനെ സ്പെയിൻ നേരിടും, വലിയ ക്വസ്റ്റ്യനാണ്. അതേസമയം സ്പെയിൻ്റെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ റിച്ച് ആണ്. ഫാബിയാൻ റൂയിസ്, അതേപോലെ തന്നെ പെഡ്രി ഉണ്ട്, സുബിമെൻഡി ഉണ്ട്. ഇത് റിച്ചാണ്. ഇത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ റൊണാൾഡോ എങ്ങനെങ്കിലൊക്കെ ഗോൾ അടിക്കാനുള്ള വകുപ്പ് നോക്കും. സോ ഇപ്പോൾ നോർമാൻഡ് ആണെങ്കിലും ഡീൻ ഹുയ്സൺ ആണെങ്കിലും അത്രയും അവെയർ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്.
പിന്നെ ഗോൾ കീപ്പർമാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉനായ് സിമൺ ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുക. ഉനായ് സിമൺ സ്പെയിനിലേക്ക് എത്തുന്ന സമയത്ത് വേറെ വൈബാന്ന് നമുക്കറിയാം. സോ ഉനായ് സിമണിൻ്റെ അടുത്ത് നിന്ന് ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് വരേണ്ടതായിട്ടുണ്ട്. ടിയാഗോ കോസ്റ്റ നല്ല ഗോൾ കീപ്പറാണ്. കോസ്റ്റയും പ്രൂവ് ചെയ്തിട്ടുള്ള, എന്താ പറയുക, കോസ്റ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു പടി കൂടെ മേലേക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് സ്റ്റേജാണ് നാളെ തുറന്നു വരാൻ വേണ്ടി പോകുന്നത്. സോ എന്തായാലും ഗ്രേറ്റ് മാച്ച് ആവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ഒരു പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് സ്പെയിൻ ഒരു 2-0 ജയിക്കുന്നതാണ്. പോർച്ചുഗൽ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു തോട്ട്, എൻ്റെ ഒരു മനസ്സിലുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. മേ ബി പോർച്ചുഗൽ ജയിച്ചേക്കാം. എനിവേ മാച്ചിന് മുമ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് നമ്മുടെ സ്പെയിനാന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമ്മളൊരു പ്രോബബിൾ സ്റ്റാർട്ടിംഗ് 11 കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഉനായ് സിമൺ തന്നെ ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യും സ്പെയിൻ്റെ കാര്യത്തിൽ. ഡീൻ ഹുയ്സണും നോർമാൻഡോനും ആയിരിക്കും വരിക. ഇനി കുബാർസി വരുമെന്ന് നമുക്കറിയില്ല. ഈ രണ്ടുപേരും കളിച്ചാലും പ്രശ്നമൊന്നുമില്ല. അവരെ സെൻട്രൽ ബാക്കിൻ്റെ കാര്യത്തിൽ അവർ റിച്ചാണ്. സ്പെയിൻ ഭയങ്കര റിച്ചാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ കുക്കുറേയ ആരെ നേരിടും? മിക്കവാറും കോൺസെസാവിനെ നേരിടുക. അത് നമുക്ക് സംസാരിക്കാം അവരുടെ 11 കുറിച്ച് പറയുന്ന സമയത്ത്. പിന്നെ റൈറ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് പെഡ്രോ പോറോനായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. മിഡ്ഫീൽഡിൽ ആ ഒരു പിവട്ടായിട്ട് സുബിമൻഡി ഉണ്ടായിരിക്കും. ആൻഡ് എയ്റ്റ്സ് ആയിട്ട് അവിടെ വരാൻ വേണ്ടി പോകുന്നത് ഫാബിയാൻ റൂയിസും അതുപോലെ തന്നെ നമ്മുടെ പെഡ്രിയോ ആയിരിക്കും. ലെഫ്റ്റ് വിങ്ങർ നിക്കോ, റൈറ്റ് വിങ്ങർ യമാൽ. പിന്നെ കുറച്ചുകൂടി അപ്പ് ദ ഫീൽഡ് കളിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ സോറി, ഒരു ഫോൾസ് നയനെ പോലെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കറുടെ പണി അവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മൈക്കേൽ ഒയാർസബാൽ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇതായിരിക്കും ഓൾമോസ്റ്റ് സ്പെയിൻ്റെ ലൈനപ്പ്. ചിലപ്പോൾ ഫാബിയൻ റൂയിസിന് പകരം സ്റ്റാർട്ട് ചെയ്യാൻ മിക്കേൽ മെറീനോ ആയിരിക്കും. അത്ര വ്യത്യാസം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ നേരെ പോർച്ചുഗലിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഡിയാഗോ കോസ്റ്റ ഗോൾ കീപ്പറായിട്ട് അവിടെ ഉണ്ടായിരിക്കും. സെൻട്രൽ ബാക്ക് പെയർ ആയിട്ട് അവിടെ അത്യാവശ്യം ഓപ്ഷൻസ് അവർക്കുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് നമ്മുടെ റൂബൻ ഡിയാസും ഗോൺസാലോ ഇനാസിയോ തന്നെയാണ്. പിന്നെ അവർക്ക് ആന്റോണിയോ സിൽവ എന്ന് പറയുന്ന ഒരു നല്ല സെൻട്രൽ ബാക്ക് ഉണ്ട്. പക്ഷെ ആൾ ഇതിന് മുമ്പ് എന്തൊക്കെ മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മേ ബി ബെഞ്ചിൽ. ഇനി കളിക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഇനാസിയോനായിരിക്കും. ഈ ഒരു സെൻട്രൽ ബാക്ക് പെയറിങ്ങിനാണ് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നത്. നേരെ നമ്മൾ ലെഫ്റ്റ് ബാക്കിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂനോ മെൻഡസ്. റൈറ്റ് ബാക്ക് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. ആര് സ്റ്റാർട്ട് ചെയ്യും? വേണമെങ്കിൽ അവർക്ക് ഡാലോനെ സ്റ്റാർട്ട് ചെയ്യാം. ഡാലോനൊക്കെ ബെഞ്ചിൽ കാണുന്നുണ്ട്. ഫിറ്റാണോ എന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ പ്രിഫർ ചെയ്യുക ഈ ഒരു ഫൈനൽ മാച്ചിലേക്ക് വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് വൈസും അവിടെ ഒഫൻസീവ്ലി ആൻഡ് ഡിഫെൻസീവ്ലി കൊടുക്കാൻ പറ്റുന്ന ബാലൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് നെൽസൺ സെമേഡോ. ഓക്കെ. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഐ എം റിയലി കൺഫ്യൂസ്ഡ് ആരെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. പലീഞ്ഞ ഉണ്ട്, ഇവർക്ക് നെവസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. മിഡ്ഫീൽഡിനെ കുറിച്ച് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. വിറ്റീഞ്ഞ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഐ പ്രിഫർ ജാവോ നെവസ്. ബെർണാർഡോ സിൽവ ബെഞ്ച് പോട്ടെ എന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ. പ്ലസ് പലീഞ്ഞ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ല സോറി, പ്ലസ് ബ്രൂണോ ഫെർണാണ്ടസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സെറ്റപ്പ് എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ. എനിവേ ലെറ്റ്സ് സി എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത്. മിഡ്ഫീൽഡിൻ്റെ കാര്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് പോർച്ചുഗലിൻ്റെ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത്. അത്രയും പ്ലേയേഴ്സ് ഉണ്ടെന്ന് ആരെ സ്റ്റാർട്ട് ചെയ്യിക്കും? ഇപ്പോൾ അവിടെ നെവസിനെ സ്റ്റാർട്ട് ചെയ്താൽ ആരും കുറ്റം പറയൂല. ജാവോ നെവസിനെ സ്റ്റാർട്ട് ചെയ്താലും കുറ്റം പറയൂല. റൂബൻ നെവസിനെ സ്റ്റാർട്ട് ചെയ്താലും കുറ്റം പറയില്ല. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ആൾ മോശമായിരുന്നു. പാലീഞ്ഞ ഉണ്ട്. പാലീഞ്ഞ നല്ല പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മനുഷ്യനാണ്. എങ്ങനെയായിരിക്കും റോബർട്ടോ മാർട്ടിനസ് പിക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. പിന്നെ അപ്പ് ദ പിച്ചിൽ നോക്കുന്ന സമയത്ത് റൊണാൾഡോ ഷോർട്ട് സ്റ്റാർട്ടർ. വിങ്സ് കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, റൈറ്റ് സൈഡിൽ കോൺസെസാവോ സ്റ്റാർട്ട് ചെയ്യണം. ബെഞ്ചിൽ നിന്ന് വരില്ല. കോൺസെസാവോ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ലെഫ്റ്റിൽ റാഫേൽ ലിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഈ രണ്ടുപേരും പ്രോപ്പറായിട്ട് കളിച്ചു കഴിഞ്ഞാൽ റൊണാൾഡോക്ക് കിട്ടാൻ പോകുന്ന ബോൾ സപ്ലൈയും അതുപോലെ തന്നെ എന്താ പറയുക, അവിടെ സ്പെയിൻ്റെ ഡിഫൻസിന് കിട്ടാൻ പോകുന്ന എഡങ്ങറും ഡിഫറൻ്റ് ആയിരിക്കും. എപ്പോഴും ഇവർ ഡയറക്റ്റ് സ്വഭാവമുള്ള പ്ലേയേഴ്സാണ്. സോ നല്ല അറ്റാക്കിംഗ് ത്രെറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഈ രണ്ടാൾക്കും പറ്റും എന്നുള്ളതാണ്. ഞാൻ ഈ രണ്ടാളെയും വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു 11 കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ. സോ ഇങ്ങനത്തെ ഒരു 11 വന്നു കഴിഞ്ഞാൽ ഈ കോൺസെസാവോൻ്റെ പെർഫോമൻസും ക്രൂഷ്യലാണ്. അവിടെ ഒരു കോൺസെസാവോ വേഴ്സസ് കുക്കു ബാറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്ത് പെഡ്രോ പോറോ വേഴ്സസ് റാഫേൽ ലിയാവോ ബാറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ എന്തായാലും നല്ലൊരു മാച്ചായിരിക്കും. എനിവേ ലെറ്റ്സ് സീ. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. റോബർട്ടോ മാർട്ടിനസ് ആ ട്രോഫി അടിക്കുമോ പോർച്ചുഗലിന് വേണ്ടിയിട്ട്? റൊണാൾഡോയ്ക്ക് അതിനൊരു ട്രോഫി അടിക്കുമോ? അതോ ലാഫ്ലോൻ്റെയും പിള്ളേരും തൂക്കുമോ എന്നുള്ളത് കണ്ടറിയണം. എനിവേ ഐ പ്രെഡിക്റ്റ് 2-0 വിൻ ഫോർ സ്പെയിൻ. യമാലും അതിൽ സ്കോർ ചെയ്യും.
ആഗ്രഹമാണ്. എനിവേ ലെറ്റ് സി. ഓക്കെ, താങ്ക് യു.